ത്രിമൂർത്തി സംഗമസ്ഥാനമായ മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലും ബലിതർപ്പണ ചടങ്ങുകൾക്ക് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പതിനായിരങ്ങൾ ബലിതർപ്പണം നടത്തിയെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളിൽ വിശ്വാസികൾക്ക് വലിയ അതൃപ്തിയുണ്ട്. 6 മണിക്കൂർ വരെ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടും ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്തതിനാൽ ഭക്തർ പ്രതിഷേധിച്ചു. ശിവദാസ് കന്മനത്തിന്റെ റിപ്പോർട്ടിലേക്ക്. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ പുലർച്ചെ 2 മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. 100 കണക്കിന് ആളുകളാണ്, 10,000 വിശ്വാസികളാണ് ബലിതർപ്പണത്തിനായി ഈ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കർക്കിടക വാവ് ബലിതർപ്പണം ആയതുകൊണ്ട് തന്നെ പിതൃകൾക്ക് വളരെ പ്രധാനപ്പെട്ട ബലിതർപ്പണമാണ്. പിതൃമോക്ഷത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ദൂര ദിക്കുകളിൽ നിന്ന് അടക്കം നിരവധി ആളുകളാണ്, ഇതര ജില്ലകളിൽ നിന്ന് അടക്കം, തമിഴ്നാട്ടിൽ നിന്ന് അടക്കമുള്ള ആളുകൾ ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. കാരണം തിരുനാവായ ത്രിമൂർത്തി സംഗമസ്ഥാനം ആയതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ബലിതർപ്പണത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഇപ്പോഴും നമ്മൾ കാണുന്ന വലിയ നീണ്ട ഒരു ക്യൂ ആണ്. മണിക്കൂറുകളായി ഇത്തരത്തിൽ ക്യൂ നിൽക്കുന്ന ആളുകൾ ഉണ്ട്. എത്ര സമയമായി നിങ്ങൾ ഇവിടേക്ക് എത്തിയിട്ട്? എത്രത്തോളം ക്യൂ ഉണ്ട്? 4 മണിക്കൂർ. 4 മണി. സംവിധാനം ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടില്ല. വയസ്സായ ആൾക്കാർ പരിഗണന അല്ല. വെറുതെ കാശ് വാങ്ങിയിട്ട് കാര്യമുണ്ടോ? അതെന്താ ചെയ്യണ്ടേ? ഇത്ര ആളുണ്ട്, തല കറങ്ങി വീഴുന്നവർ അതൊക്കെ ഉണ്ട്. അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതൊന്നും ഒരു ശ്രദ്ധയില്ല. കുട്ടികള് നല്ല ബുദ്ധിമുട്ട്. ഞങ്ങളിപ്പോ 4 മണിക്ക് വന്ന് നിൽക്കൽ തുടങ്ങിയതാ. ഈ സമയത്ത് അവിടെ എത്തുന്നത് ഇല്ല. അത് അവിടെ എത്തിയിട്ടില്ലല്ലോ. ചെറിയ കുട്ടികളായിട്ട് വയസ്സായ മനുഷ്യന്മാരൊക്കെ തല കറങ്ങി ഇരിക്കാൻ കൂടി സൗകര്യം കൊടുക്കുന്നില്ല. കുടിക്കാൻ വെള്ളമുണ്ട്, ഇരിക്കാനൊരു സംവിധാനം അവരുണ്ടാക്കുകയാണെങ്കിലും ആൾക്കാർക്ക് ഇത്ര തല കറങ്ങി ഇരിക്കേണ്ട ഗതി വരില്ല. പക്ഷെ അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങള് ആ സ്ഥലം ഒരു എത്രയോ കിലോമീറ്റർ ദൂരെയാണ്. മണിക്കൂറിലധികമായി അതൊന്ന് ശ്രദ്ധിക്കാൻ പറയണം. തിരക്ക്, ആ പോരുന്ന വഴിക്ക് എല്ലാം തിരക്കാണ്. അതിലൊരു സംവിധാനം വേണ്ട, അതില്ല. അതായത് നിരവധി ബുദ്ധിമുട്ടുകൾ ഇവിടെ വിശ്വാസികൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ദേവസ്വം ബോർഡ് കൃത്യമായ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും വിശ്വാസികൾ പറയുന്നത്. കാരണം ഇവിടെ മണിക്കൂറുകളായി അവർ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും, അതായത് പുലർച്ചെ 4 മണിക്കൊക്കെ എത്തിയ ആളുകളാണ് ഇവിടെ ഉള്ളത്, ഇപ്പോഴും ഉള്ളത്. അവർക്ക് ഇതുവരെ ബലി ഇടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവർ അതിന് കുറേ ഇപ്പുറത്താണ് എത്തിയിട്ടുള്ളത്. മാത്രമല്ല അവർ ഇത്രയും മണിക്കൂറുകൾ നിൽക്കുകയായിരുന്നു, വരിയിൽ നിൽക്കുകയായിരുന്നു. ഒന്ന് ഇരിക്കാൻ പോലുമുള്ള സംവിധാനം പോലും ഇവിടെ ഒരുക്കിയിട്ടില്ല. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ ഉണ്ട്, കുട്ടികളുമായി വരുന്ന ആളുകൾ ഉണ്ട്, പല രോഗികളായിട്ടുള്ള ആളുകളടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇത്രയും മണിക്കൂറുകൾ പോലും അവർ ഇവിടെ നിൽക്കേണ്ടി വരുമ്പോഴും കൃത്യമായി അവർക്ക് ഉള്ള ഒരു സൗകര്യമോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഒരുക്കിയിട്ടില്ല ദേവസ്വം ബോർഡ് എന്നുള്ളതാണ് പ്രധാനമായും അവർ പറയുന്നത്. അമ്മമാരുണ്ട്, പ്രായമുള്ള പല ആളുകളുമുണ്ട്, അവർക്കൊക്കെ വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴും ബലിയിടാൻ അവർക്ക് ഇതുവരെ ആയിട്ടും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ദേവസ്വം ബോർഡ് പറയുന്നത് കൃത്യമായ എല്ലാ സംവിധാനങ്ങളും ഒരാഴ്ച മുൻപ് തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള നേരിട്ട് താഴെ തട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് എന്നാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ 10,000 കണക്കിന് ആളുകളാണ് ഈ ബലിതർപ്പണത്തിനായി ഇവിടേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്.